നമുക്കറിയാം മിഷൻ രൂപതകള് ആ ദൗത്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നിരവധി വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പിതാവ് ഒരു മിഷൻ രൂപതയുടെ ഒരു ഇടയനാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരള സഭ പലപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ ഒതുങ്ങിപ്പോകുന്നതായിട്ട് പിതാവിനൊരു ആശങ്കയുണ്ടോ? നമുക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ എല്ലാം ഉണ്ട്, അത് നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു കംഫോർട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മിഷൻ സ്പിരിറ്റ് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ആശങ്ക പിതാവിനുണ്ട്. അത് ഇപ്പോഴല്ല, കുറച്ച് നാളുകളായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അത്. നമ്മള് അവിടെ നമ്മുടെ സ്ഥാപനങ്ങളും പള്ളികളും സൗകര്യങ്ങളായിട്ട് നമ്മുടെ വചനത്തിലേക്ക്, സുവിശേഷത്തിലേക്ക്, അതുപോലെ തന്നെ മിഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, മിഷൻ ഓറിയന്റേഷൻ കൊടുക്കുന്ന രീതിയിലേക്കുള്ളതിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പല അകത്തോലിക്ക സഭ നമ്മളെ കുറിച്ച് പറയുന്നത് സിറോ മലബാർ സഭ ഒരു മെയിൻ്റനൻസ് ചർച്ചാണെന്ന് പറയുന്നത് കാരണം അതാണ്. ഉള്ളത് നടത്തിക്കൊണ്ട് പോകുക, അതിനപ്പുറത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ അതിനെ അതിജീവിച്ച് വരേണ്ടതാണ് നമ്മൾ. എന്നാലേ നമ്മുടെ ഈ പൗരോഹിത്യ സന്യാസ ക്രിസ്തീയ ജീവിതത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് എന്റെ വിശ്വാസം. ഒരുപക്ഷെ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ രാഷ്ട്രീയപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെങ്കിലും നമുക്ക് ഏതെല്ലാം രീതിയിൽ ഈ വചനത്തോടും സുവിശേഷവൽക്കരണത്തോടും ഒക്കെ താല്പര്യം ജനിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ ലിമിറ്റേഷൻസ്, അതാണ് എന്റെ അഭിപ്രായം. നമുക്ക് വിശ്വാസ പരിശീലനം, നമുക്കറിയാം ഈ ഇടവകയില് കുട്ടികൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കുടുംബത്തിലുള്ള വിശ്വാസ പരിശീലനം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ കുടുംബമായിട്ട് ഈ മിഷൻ വേല ചെയ്യേണ്ടതിന്റെ ഒരു പ്രാധാന്യത പിതാവ് പങ്കുവയ്ക്കും. പണ്ടൊക്കെ ആണെങ്കിൽ കുടുംബമായിട്ട് പലരും ഈ മിഷൻ സ്റ്റേഷൻസിലേക്കൊക്കെ അവധി കിട്ടുമ്പോൾ വെക്കേഷൻസിലൊക്കെ പോകുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു ട്രെൻഡൊക്കെ കുറഞ്ഞു വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ കുടുംബമായിട്ട് ഈ മിഷൻ മേഖലകളിൽ പോയിട്ട് മിഷൻ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ മിഷൻ തീക്ഷ്ണത കൂടുതൽ അടുത്തറിയേണ്ടതിന്റെ ഒരു പ്രാധാന്യത എത്രത്തോളം ഉണ്ട് പിതാവ്? അതായത് ഈ സഭയില് ഇപ്പോ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഭയുടെ നേതൃത്വം, അത് വൈദികരാകാം, മെത്രാൻമാരാകാം, സന്യസ്തരാകാം, അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം കത്തോലിക്ക സഭയുടെ വലിയൊരു ഫോഴ്സ് എന്ന് പറയുന്നത് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാർ, അച്ഛന്മാരാണ്. അത് മറ്റു സഭകളിൽ വ്യത്യസ്തമാക്കുന്നതാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള അവിടെ അത് പറഞ്ഞ പ്രശ്നമാണ്, ഇത് പറഞ്ഞ പ്രശ്നമാണ്, രാഷ്ട്രീയപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇവര് തന്നെ ഒതുങ്ങിയോടുകൂടി ജനത്തിനും ആ ഒതുക്കുമെന്ന് പറയും. ഇപ്പൊ കരിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ പോയി, ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ വെളിച്ചത്തിലും ധ്യാനിച്ചതിന്റെ ഒക്കെ വെളിച്ചത്തിലും നമ്മുടെ ജനത്തിന് വചനം പറയണം, വചന പ്രഘോഷണം നടത്തണം, മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം, മിഷനെ സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡില് പവർഫുൾ ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തില് ഓരോ വ്യക്തിയും മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിന്റെ മിഷണറി ആയി തീരുകയാണല്ലോ. അങ്ങനെയായി തീരുമ്പോൾ ആ വ്യക്തി രൂപം കൊടുക്കുന്ന കുടുംബം, ആ കുടുംബത്തിനുള്ളിലുള്ളവർക്കും അതുപോലെ കുടുംബത്തിൽ പുറത്തുള്ള നാനാജാതി മതസ്ഥരോടും ആരാണ് ഈശോ, എന്താണ് സഭ, ഈശോയുടെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്, ക്രിസ്ത്യാനിറ്റി മറ്റേത് തരത്തിലാണ് മറ്റു മതങ്ങളിൽ വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത്, ഇത് അവരുടെ സാന്നിധ്യത്തിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ ഒക്കെ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇവാഞ്ചലൈസേഷൻ ഓഫ് ദി ഫാമിലി. അതുപോലെ തന്നെ കുട്ടികളെ വെക്കേഷൻ കാലത്ത് മിഷനിലേക്ക് കൊണ്ടുപോകുക, അതൊക്കെ നമ്മുടെ ഇടവകളിൽ നിന്ന്, രൂപതയിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒറ്റയടിക്ക് പോയില്ലെങ്കിലും ആ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാനുണ്ടാവും, പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടാകും, മിഷനെ കുറിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു കുടുംബത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റില് ഒരു ക്രിസ്തീയ കുടുംബം, ഒരു കത്തോലിക്ക കുടുംബം കൂടി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ചുറ്റും താമസിക്കുന്ന ആളുകളോട് ഇടപഴകുമ്പോഴും അവരായിട്ട് പെരുമാറുമ്പോഴും ഒക്കെ ഈശോയെ കുറിച്ച് പറഞ്ഞ് അങ്ങനെയാണല്ലോ മിഷനൊക്കെ വളർന്നത്. ഇപ്പൊ തോമാസ് ലീഹ അവിടെ വന്നപ്പോ ക്രിസ്ത്യാനിറ്റി ഒരു കുടുംബമായിട്ട് വന്നതല്ലല്ലോ. തോമാസ് ലീഹ വന്നു, അന്നത്തെ ജൂവിഷ് കോളനിയുടെ സപ്പോർട്ടോട് കൂടി തോമാസ് ലീഹ ഇറങ്ങി അങ്ങനെ കുറേശ്ശെ വളർന്നു വലുതായി. ഫ്രാൻസിസ് സേവിയർ വന്നപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് എന്തുമാത്രം ഈശോയെ കൊടുക്കാൻ പറ്റും, ഇവാഞ്ചലൈസേഷന് സാധിക്കും, കുടുംബപരമായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ സന്യാസമൂഹപരമായിട്ട് ഇപ്പൊ ഒരു സന്യാസമൂഹം നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ആ സന്യാസമൂഹത്തിന്റെ അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും ആണ് യഥാർത്ഥത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ. ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇവാഞ്ചലൈസേഷൻ, അത് അവരെ ചേർക്കുന്നതിനേക്കാൾ സ്വയമായിട്ട് അവർക്ക് ഈശോയെ മനസ്സിലാക്കി ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് സാധിക്കണം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ KCCയുടെ കേരള കാത്തലിക് അസോസിയേഷൻ മീറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ വന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ഇപ്പോഴത്തെ മൈനോറിറ്റി കമ്മീഷൻ, സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ്റെ അച്ഛനാണ്, ഒരു ജസ്യൂട്ട്. അപ്പൊ അച്ഛൻ പറയായിരുന്നു 23 വർഷം വരെ അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം നാരായണനായിരുന്നു പേര്. അത് കഴിഞ്ഞ് അദ്ദേഹം
ചേർന്ന് ഇപ്പോ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ അക്കാഡമിക്കലി വെരി എക്സലന്റ്, നന്നായിട്ട് തമിഴ് പറയുന്നു, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വെരി വെരി ചിയർഫുൾ പേഴ്സൺ. അപ്പോ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയത് എവിടുന്ന്, നമ്മളെ പോലെയുള്ള ഇതുപോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന്, വൈദികരിൽ നിന്ന്, സന്യാസത്തിന് കിട്ടി. അങ്ങനെ അദ്ദേഹം ചേർന്ന് ജെസ്യൂട്ട് പ്രീസ്റ്റ് അങ്ങനെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മള് കുടുംബങ്ങൾ ഉണരണം. അവര് വെറുതെ അങ്ങനെ മാമോദീസ സ്വീകരിച്ചു, അങ്ങനെ ജീവിച്ചു, അങ്ങനെ കടന്നു പോയാൽ പോരാ. വി ഹാവ് എ മിഷൻ ഓഫ് ഗിവിംഗ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഗോസ്പൽ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം വരും. അങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേടിച്ചും ഒക്കെ പലരും നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇവിടെയും ആ രീതിയിലുള്ള ട്രെൻഡ് കാണുന്നുണ്ട്. അതേസമയം എനിക്കറിയാം ഇവിടെ തന്നെയുണ്ട് ഒരു ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കടയിലൊക്കെ വരുമ്പോ, ആളുകൾ കടയിൽ വരുമ്പോ ബൈബിൾ എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് പറയും, അനുഭവങ്ങൾ ഒരുപാട്. എന്നിട്ട് ചേർന്ന രോഗം മാറിയവര്, എന്നിട്ട് ചേർന്നവര് പലരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്നു. തമ്പുരാൻ തന്നെ പ്രവർത്തിക്കട്ടെ എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്, നമ്മുടെ ഭാഗം ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു മിഷൻ സ്പിരിറ്റോട് കൂടിയിട്ട് കുട്ടികളും ഒക്കെ കടന്നു വരണം. എന്നാലേ നമ്മുടെ സഭയുടെ ലക്ഷ്യം ശരിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതായത് ഏതൊരു സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സമുദായ ബോധമാണ്. നമുക്ക് കേരള സഭയുടെ കാര്യം എടുത്തു നോക്കിക്കോട്ടെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ആകമാനമുള്ള ഒരു കണ്ടീഷൻ എടുത്തു നോക്കിയിട്ട് ഒരു സമുദായ ബോധം കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പല യൂത്തിന്റെ ഇടയിൽ. അപ്പൊ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞ നിരവധി ആക്രമണങ്ങൾ രാഷ്ട്രീയപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, കലാസാംസ്കാരിക മേഖലകളിലൂടെ, മാധ്യമ മേഖലകളിലൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് എന്റെ കുടുംബത്തിന് നേരെയാണ് വരുന്നത് എന്ന ചിന്ത ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിതാവ് അങ്ങനെ സംഭവിക്കും? പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന്റെ ഇടയിൽ ഈ ഒരു സമുദായ ബോധം എന്തുകൊണ്ട് ഇത്രത്തോളം ഇങ്ങനെ? യൂത്തിന് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ജോലി സാധ്യതകൾക്കൊക്കെ വേണ്ടി നമ്മുടെ സമുദായത്തിന് വേണ്ട രീതി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. നമ്മൾ പലതരം ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എണ്ണത്തിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് ജനറൽ കോട്ടയിൽ തന്നെ എല്ലാം സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് കിട്ടാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമുദായത്തില്, നമ്മുടെ സഭയിലെ ഈ അംഗം എന്ന നിലയിൽ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് സഭയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ജനറൽ ഫീലിംഗ്. അതേസമയം നമ്മുടെ തന്നെ സ്ഥാപനങ്ങളില്, നമ്മുടെ പാരീഷുകളില് ഒക്കെ ഇതുമാത്രം നമ്മുടെ ആളുകൾ ശുശ്രൂഷ ചെയ്യുന്നു. അത് അവരൊന്നും മിണ്ടില്ല, കിട്ടാത്തവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ പലരും നല്ല മിടുക്കികളായിട്ടുള്ളവരൊക്കെ വിദേശത്തേക്ക് പോകുന്നത്. അതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയമായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് അതേസമയം നമുക്ക് സാധിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഇവിടെ ആയാലും അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അസുഖത്തിനോ അല്ലെങ്കിൽ ജോലി കിട്ടാതെയോ സീറ്റ് കിട്ടാതെയൊക്കെ വരുമ്പോ നമ്മൾ ഇടപെടാറുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇടപെടും. ചിലപ്പോ പറയില്ല, എന്നിട്ട് അവസാനം കിട്ടാതെ വരുമ്പോഴേ പറയണം. ചിലപ്പോ അവിടെ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയാണ്, ഒരു ഫീലിംഗ് അവർക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇഫക്റ്റീവായിട്ട് സഭയ്ക്ക്, സഭാ നേതൃത്വത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ള ഫീലിംഗ് കുറെ പേർക്കുണ്ട്. ആ രീതിയിൽ ഇൻഡിഫറൻസും ഉണ്ട്. പക്ഷെ അത് സഭയ്ക്ക് സാധിക്കാത്തതുകൊണ്ടാണ് സഭ ബോധപൂർവം സാധിച്ചിട്ട് അതിലിടപെടാണ്ടിരിക്കുന്നതല്ല. ആ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് എന്റെ ആഗ്രഹം. പിന്നെ സമുദായ ബോധത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും ഈ വർഗീയത, സമുദായ ബോധം, സമുദായ സ്നേഹവും വർഗീയതയും രണ്ടാണ്. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അത് അനുകൂലിക്കുന്നില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മാത്രം ജീവിക്കാവൂ, മറ്റാർക്കും ജീവിക്കാനുള്ള അവകാശമില്ല, മറ്റുള്ളവരൊക്കെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ് എന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് എസ്റ്റിമേറ്റീവ് ആയിട്ടുള്ള ഈ വർഗീയത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സമുദായ ബോധം അതല്ല. സമുദായ ബോധം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിച്ച് അവരോട് സൗഹാർദ്ദപരമായിട്ട് സഹിഷ്ണുതയോടുകൂടി വർത്തിക്കുകയും എന്നാൽ നമ്മുടെ സമുദായത്തിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഉണ്ടായിരുന്നു. പക്ഷെ കുറെയൊക്കെ ഇപ്പൊ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കുറെ പേർക്ക് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഈ വർഗീയതയ്ക്ക് കൂട്ടു നിൽക്കാതെ അതേസമയം നമ്മുടെ സമുദായം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു തനിമയിൽ വളരണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഡിസ്റ്റിങ് ചെയ്ത് നിൽക്കണം. ഒരിക്കലും സഭ വർഗീയതയ്ക്ക് അനുകൂലമല്ല. പക്ഷെ സമുദായ സ്നേഹം നമ്മുടേതായ സീറോ മലബാർ ഐഡന്റിറ്റി അല്ലെങ്കിൽ കാത്തലിക് ഐഡന്റിറ്റി അത് നമുക്കുണ്ടാകണം എന്ന് തന്നെയാണ് സഭയുടെ കാഴ്ചപ്പാട്. അത് നമ്മൾ ഒരിക്കലും ഒരു ഔദ്യോഗികമായിട്ട് ഒരിക്കലും അതിനെതിരായിട്ട് സംസാരിക്കാറില്ല, പെരുമാറാറില്ല. അതായത് സഭ നേരിടുന്ന പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വെല്ലുവിളികളിൽ ഒന്നാണ്
ഈ ജനസംഖ്യ ശോഷണം, പിതാവ് നേരത്തെ സൂചിപ്പിച്ചു, മൈഗ്രേഷൻ. നേരത്തെ ഒരു 10-15 വർഷം മുമ്പ് ഒരു ഇന്റേണൽ മൈഗ്രേഷൻ ആയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാമനാഥപുരം രൂപതയും ഒപ്പം മറ്റ് ഇന്ത്യയിലെ പല രൂപതകളും ഉയർന്നു വന്നത്. പക്ഷെ ഇപ്പോൾ എക്സ്റ്റേണൽ മൈഗ്രേഷൻ, ആ തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെയും ഒപ്പം തന്നെ മിഷൻ രൂപതകളുടെയൊക്കെ ജനസംഖ്യ, ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. ഒപ്പം കുടുംബങ്ങൾ ചെറിയ കുടുംബങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാഴ്സി സിൻഡ്രോം ബാധിക്കുന്ന ഒരു സമുദായമായിട്ട് ക്രൈസ്തവ സമൂഹം മാറാനുള്ള ഒരു സാധ്യതയില്ലേ? കുറെ കൂടി കാലം കഴിഞ്ഞാൽ ഒരു അന്യം നിന്ന് പോകാനുള്ള ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതമല്ലേ ക്രൈസ്തവ സമുദായത്തെ തുറച്ചു നോക്കുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എക്സ്റ്റേണൽ മൈഗ്രേഷൻ അതൊരു ഫാക്ടറാണ്. അത് ഈ ജോലി സാധ്യത ഇല്ലാത്തതിന്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിടയ്ക്ക് നമുക്ക് ഈ കുട്ടികളധികം വേണ്ട എന്ന ചിന്ത വന്നിരുന്നു. പ്രത്യേകിച്ച് 1970-കളില് സെൻട്രൽ ഗവൺമെന്റ് കുടുംബാസൂത്രണം വന്നപ്പോ അതിനോട് ഏറ്റവും പോസിറ്റീവായിട്ട് പ്രതികരിച്ച ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കാത്തലിക് ചർച്ച്, പ്രത്യേകിച്ചും നമ്മുടെ സുറിയാനി ക്രൈസ്തവർ. അന്ന് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് അവിടെയുള്ള നിലവിലുള്ള കുട്ടികളുടെ തന്നെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നൊരു ചിന്തയൊക്കെ കുറെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ തീരെ മക്കൾ വേണ്ട ഒരു വാല്യൂ, ലൈഫിനുള്ള വാല്യൂ മനസ്സിലാക്കാൻ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ 1-2 മതി. പക്ഷേ വലിയൊരു ഭാഗം, ഞാൻ ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഞാൻ കുവൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. കുവൈറ്റിൽ പോയിട്ട് ഞങ്ങൾ എല്ലാ വീടുകളും സന്ദർശിച്ചു, കാണാൻ വന്നു. കുറെ പേരൊക്കെ പള്ളിയിൽ വന്ന് കണ്ടു. പിന്നെ ചില വീടുകളിൽ ഞാൻ പോയി. മിനിമം 3 പേര്, അതിന് മേലെയാണ് പിന്നെ 4-5 മക്കളൊക്കെ. അത് ആ ചിന്ത പലപ്പോഴും അത് യൂറോപ്പിൽ, അമേരിക്കയിൽ ഞാൻ കണ്ടു കുറെയൊക്കെ. അപ്പൊ ആ ചിന്തയുണ്ട് ഇപ്പോ. അതായത് പൊതുവെ നമ്മുടെ നാട്ടിലായാലും കുട്ടികൾ കൂടുമ്പോ ആ തമ്പുരാൻ നമ്മളാരെയും നമ്മളെ വാകീറി വിട്ട് തമ്പുരാനാണല്ലോ. നമ്മുടെ മാതാപിതാക്കളെ കണ്ടിട്ടാണ് നമ്മളെ വിട്ടത്. മാതാപിതാക്കൾ അത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ വാകീറി വിട്ടവൻ വായിലേക്ക് വെച്ചു കൊടുക്കും എന്നുള്ള പരിപാലന വിശ്വാസത്തില് അങ്ങനെ കുടുംബം കൂടുതൽ മക്കൾ വേണം, കൂടുതൽ മക്കളുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ നന്നാവും എന്നൊക്കെ ഒരു റിയലൈസേഷൻ ഇപ്പൊ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ആകുമ്പോൾ ശരിയാവുന്നതിന്റെ വിശ്വാസം. അതേസമയം ഇന്ത്യയിൽ വേണ്ടത്ര ജോലി ഇല്ല എന്നുള്ളത് എല്ലാ മതങ്ങളെയും പ്രത്യേകിച്ച് നമ്മളെയും ആശ്രയിക്കുന്ന, നമ്മളെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് യൂറോപ്പിലെ അമേരിക്കയിലേക്ക് ക്രിസ്ത്യൻസ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി നമുക്കൊരു അറ്റ്മോസ്ഫിയറോടെ ഉള്ളത് കൊണ്ട് ഒരു പോകാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ആ കൂടുമ്പോൾ നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം മക്കള് ഉള്ളത് ആ കുടുംബത്തിന്റെ ശ്രേയസ്സിനും അതുപോലെ തന്നെ മക്കളുടെ വളർച്ചയ്ക്കും ഏറെ ഉപകാരപ്രദമാണെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് അവർക്ക്. കാരണം കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും ഡിസൈസീവുള്ള കാര്യമാണല്ലോ ദൈവം തരുന്ന മക്കളെ ജനിപ്പിച്ച് വളർത്തി അവരെ വേണ്ട രീതിയിൽ ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ആ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിതാവ് സീറോ മലബാർ സഭ നമുക്കറിയാവുന്നതുപോലെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സഭയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും സീറോ മലബാർ സഭാ പിതാക്കന്മാരെ കാണുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പാരമ്പര്യം, തനിമ കാത്തു സൂക്ഷിക്കുക. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിന് പുറത്ത് പല സീറോ മലബാർ രൂപതകളും നിലവിൽ വന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ അഭിസംബോധന, നമ്മുടെ സുറിയാനി ഗാനങ്ങൾ, നമ്മുടെ കലാരൂപങ്ങൾ അതൊരു അന്യം നിന്ന് പോകുന്നതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ? അതിനോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം, ഒരു താല്പര്യം ഇന്നത്തെ ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് പിതാവിന് തോന്നുന്നു? പൗരസ്ത്യ സഭ എന്ന നിലയില് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാരമ്പര്യങ്ങള്, അതുപോലെ തന്നെ കസ്റ്റംസ്, ഇതൊക്കെ നമ്മൾ നിലനിർത്തണം. അതേസമയം നമ്മൾ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളും നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാലോ, സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ കേരളത്തിലേക്ക് മാത്രം ചുരുങ്ങി. പിന്നെ മിഷൻ നമ്മൾ തുടങ്ങി 1962 മുതൽ തുടങ്ങിയെങ്കിലും ഈ അടുത്ത കാലത്താണ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള, ലോകത്തിൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന സഭയായിട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ സഭയുടെ ആ സംസ്കാരവും അതുപോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാടൊന്നല്ല കേരളത്തിന് പുറത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സീറോ മലബാർ മക്കൾക്കുള്ളത്. അപ്പൊ അവരുടെ അത് ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഈ റെസ്റ്റോറേഷൻ നടത്താനായിട്ട്. അപ്പോ നമ്മുടെ പൗരസ്ത്യ സഭയ്ക്ക് ഉണ്ടാകേണ്ട ഒഴിച്ചുവിടാൻ പറ്റാത്ത പാരമ്പര്യങ്ങളും നമ്മൾ നിലനിർത്തണം. അല്ലെങ്കിൽ വെസ്റ്റേൺ ട്രഡീഷനും ഈസ്റ്റേൺ വ്യത്യാസമില്ലല്ലോ. പിന്നെ ഇതുപോലെ സഭകൾ ഉണ്ടാകേണ്ട കാര്യമില്ല, എല്ലാം കൂടി ഒരു സഭയായാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വേണം. അതേസമയം കാലഘട്ടത്തിന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻസും അതോടൊപ്പം തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത പാരമ്പര്യം ഉണ്ടാകണം. നല്ല നന്മകൾ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് സ്വീകരിക്കാം, നല്ല നന്മകളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ രീതിയിലുള്ള
തരത്തിലേക്ക് വളർന്നാലേ നമുക്ക് മുന്നോട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്ലോബൽ ചർച്ച്, ഗ്ലോബൽ ഡയമെൻഷൻ എന്നുള്ള രീതിയിലുള്ള അല്പ വ്യത്യാസങ്ങളോട് കൂടി അത് ഫണ്ടമെന്റൽ ആയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പൗരസ്ത്യമായിട്ടുള്ള ഒന്നും വേണ്ട, പാശ്ചാത്യമായിട്ടുള്ളത് മാത്രം മതി, അല്ലെങ്കിൽ പാശ്ചാത്യമായിട്ടുള്ളത് ഒന്നും വേണ്ട, പൗരസ്ത്യം മാത്രം മതി. അങ്ങനെയുള്ള രണ്ട് എക്സ്ട്രീം ഒരിക്കലും എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക്, നമുക്കറിയാം നമ്മുടെ ലിറ്ററേച്ചർ കാര്യത്തിലായാലും രണ്ട് എക്സ്ട്രീം വന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് വന്നത്. ഒരു സമന്വയത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു, ഇംഗ്ലീഷ് വരില്ലായിരുന്നു, നിർഭാഗ്യവശാൽ വന്നു. അപ്പൊ ഇനിയെങ്കിലും അത് നമ്മൾ ശ്രദ്ധിച്ച് ഏകോപനത്തിന്റെ പാത അത് ഈ പാരമ്പര്യങ്ങളുടെ കാര്യത്തിലായാലും, അത് മാത്രമല്ല ഇപ്പൊ സിനഡിലൊക്കെ നമ്മൾ ആലോചിച്ച് എല്ലാവരും ഒരുപോലെ നടപ്പിലാക്കാവുന്ന രീതിയിലേക്കൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി അത് എളുപ്പമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ ഒരു വിഷയം, ലിറ്റർജിയുടെ ഒരു വിഷയം, ഇപ്പൊ സീറോ മലബാർ സഭയിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിന്റെ പലപ്പോഴും സെക്യുലർ മീഡിയാസിന്റെ ശ്രദ്ധ പലപ്പോഴും ഈ എറണാകുളം അങ്കമാലി രൂപത കേന്ദ്രീകരിച്ച് മാത്രം പോകുന്നു. അപ്പൊ ആ ഒരു വിഷയം ഇങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നത്, കാലങ്ങളോളം ഇങ്ങനെ നീണ്ടു പോകുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദുഃഖകരമായ കാര്യമാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ അത്രയേ ഉള്ളൂ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ സഭയുടെ കാര്യത്തില് മാർപ്പാപ്പയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡയസിന്റെ കാര്യത്തില്, ഒരു സിനഡിന്റെ ഒരു സഭയുടെ കാര്യത്തിൽ ഇത്രമാത്രം പ്രാവശ്യം ഇടപെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ചരിത്രത്തില്. പക്ഷെ ഞങ്ങളൊക്കെ വിചാരിച്ചത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എനിക്കും ഉണ്ടാവുമല്ലോ, ജോർജിക്ക് ഉണ്ടാവും, ഇവർക്കൊക്കെ ഉണ്ടാവും, അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ ആഗ്രഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു, പലപ്പോഴും മാർപ്പാപ്പ അടക്കമുള്ള വ്യക്തികളോട് പറഞ്ഞു, പല ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തു, അത് സമന്വയത്തിന് വേണ്ടി പരിശ്രമിച്ചു, എന്നിട്ട് ഒന്നും അത് വേണ്ട രീതിയിൽ വിജയിച്ചില്ല. എന്നിട്ട് അവസാനം മാർപ്പാപ്പ പറഞ്ഞു, there is nobody other than Holy Father. മാർപ്പാപ്പയുടെ മേലെ നമുക്ക് വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ നമ്മള് ശരി, ഇതൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാർപ്പാപ്പ പറഞ്ഞതാണല്ലോ, അതാണല്ലോ നമ്മുടെ കത്തോലിക്ക പാരമ്പര്യം എന്ന് പറയുന്നത്. കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. അതാണ് കത്തോലിക്ക സഭയും മറ്റു സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മാർപ്പാപ്പ എന്തൊക്കെ പറഞ്ഞാലും മാർപ്പാപ്പ പറയുമ്പോ ആ ഒരു ബഹുമാനവും സ്നേഹവും ഈ അക്സെപ്റ്റ് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ടും അപ്പൊ ഞാൻ പ്രാവശ്യം പോയപ്പോ മാർപ്പാപ്പയെ പബ്ലിക് ഓഡിയൻസിൽ കണ്ടു. അപ്പൊ ഞാൻ പോയി കൈ കൊടുത്തു. അപ്പൊ ഐ എം കമ്മിങ് ഫ്രം ദി സീറോ മലബാർ ചർച്ച്. അവിടെ ശാന്തമായോ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ, മാർപ്പാപ്പയുടെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതിനുശേഷം ഞാൻ കേട്ടു മറ്റു പിതാക്കന്മാരോട് സംസാരിച്ച് പറയായിരുന്നു, പിതാവ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? മാർപ്പാപ്പയ്ക്ക് പോലും നിസ്സഹായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ ആരാണ് പിന്നെ വിചാരിച്ച് നടക്കുക? അതാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മളെല്ലാവർക്കും വേദനയുണ്ട് ഈ കാര്യത്തില് ഇങ്ങനെ വന്നതിൽ. മാത്രമല്ല നമുക്കറിയാലോ സീറോ മലബാർ സഭയിൽ വളരെ ശക്തമായിട്ടുള്ള എണ്ണത്തിലും കഴിവിലും ഒക്കെ ശക്തമായിട്ടുള്ള സമൂഹമാണ് എറണാകുളം രൂപത. അത് അച്ഛന്മാരുടെ കാര്യത്തായാലും റിലീജിയസ് ആണെങ്കിലും അഡ്മയറാണെങ്കിലും അവരുടെ അവിടെയുള്ള സ്വാധീനമാണെങ്കിലും ഒക്കെ. പക്ഷെ അങ്ങനെയുള്ള രൂപതയിലും സംഭവിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതേസമയം നമുക്കൊരു സഭ മൊത്തത്തിൽ കാണുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹം ഉണ്ടാകും. ഞാനും നമുക്കറിയാലോ, അതായത് 63 ആളുകൾ അന്ന് ഇടവയിലായിരുന്നപ്പോഴും പിന്നെ ഞാൻ 77 സെമിനാരിൽ ചേർന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് 2020 ഞങ്ങള് ഈ 21 തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പ് നടപ്പിലാക്കി. അതുവരെ ഞങ്ങൾ എല്ലാവരും ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാനയിലിരുന്നല്ലേ. നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലോ. പക്ഷെ അതല്ല, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ സഭയുടെയാണ്. ലിറ്റർജി സഭയുടെയല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് സഭയുടെയാണ്, ഒരു വ്യക്തിയുടെ അല്ലല്ലോ. ലിറ്റർജി ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് വിശുദ്ധ കുർബാനയും കൂദാശ സ്വീകരണങ്ങളും. അപ്പോ അത് സഭയുടെയാണ്. സഭയ്ക്ക് ഇതാണ് താല്പര്യമെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ മൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഐ ആക്സെപ്റ്റ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സഭയുടെ ഒരു അംഗം എന്ന നിലയിൽ, അത് മെത്രാച്ചനായതുകൊണ്ട് വൈദികരായതുകൊണ്ട് ഒരു ബേസിക് ഒരു ക്രിസ്ത്യൻ, മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ എനിക്കിതൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും സഭയുടെ മനസ്സ്, സഭയുടെ ആവശ്യം, സഭയുടെ ആഗ്രഹം, സഭ ഒറ്റക്കെട്ടായി പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇതിനൊക്കെ അർത്ഥം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഭയുടെ ലിറ്റർജി, സഭയുടെ കുർബാന, ആ സഭ അതില് എന്റെ ഭാഗത്ത് നിന്ന് എന്റെ നിസ്സഹകരണം, എന്റെ എതിർപ്പ്, എന്റെ വ്യക്തിപരമായ ആഗ്രഹം ഒരിക്കലും സഭയ്ക്ക് ക്ഷതം ഏൽക്കരുത് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും വന്നാലേ ഈ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ മാർപ്പാപ്പ പോലും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒക്കെ എത്രയും നേരത്തെ പരിഹരിക്കപ്പെടാനായിട്ട്. പക്ഷെ
ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു ഇവർ നാലഞ്ച് വർഷങ്ങളായിട്ട് സഭയുടെ സിനഡിന്റെ ഏറ്റവും കൂടുതൽ സമയം പോയിട്ടുള്ളത് യേശു തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തോ നടക്കണില്ല. പക്ഷെ ദൈവം ഇടപെടുകയായിരിക്കും അധികം വൈകാതെ, എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിതാവ്, ഈ കാലഘട്ടത്തിൽ പിതാവ് പറഞ്ഞതുപോലെ കേരള സഭയിൽ തന്നെ വളരെ പ്രബലമായിട്ടുള്ള സഭയാണ് സീറോ മലബാർ സഭ. പാരമ്പര്യം കൊണ്ടും അതിന്റെ ഭൗതികമായ സമ്പത്തും കൊണ്ടും ആത്മീയമായ സമ്പത്തും കൊണ്ടും. പക്ഷേ അകത്തുനിന്നും പുറത്തുനിന്നും സീറോ മലബാർ സഭ ഈ കാലഘട്ടത്തിൽ വളരെയധികം ആക്രമിക്കപ്പെടുന്നു. പലരും ആശങ്കയോടെ പറയാറുണ്ട്, ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് പലപ്പോഴും സഭ മാറുന്ന ഒരു സ്ഥിതിവിശേഷം. അതെന്തുകൊണ്ടാണ് പിതാവെ അങ്ങനെ സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു അജണ്ട, അല്ലെങ്കിൽ ഈ സഭയെ തളർത്തി കളയാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അജണ്ട അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയുടെ മഹത്വം എന്ന് പറയുന്നതും കത്തോലിക്ക സഭയുടെ ദൗർബല്യമായിട്ട് ചിത്രീകരിക്കപ്പെടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെന്ത് എതിർത്ത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ആക്രമിക്കാറില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിഷേധം അറിയിക്കും ശാന്തമായ മാർഗത്തിലൂടെ. അത് നമ്മുടെ ഈശോ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സമാധാനത്തിന്റെ മാർഗമാണത്, അഹിംസയുടെ മാർഗം. ഈ അഹിംസയുടെ മാർഗത്തെ മറ്റുള്ളവര് അത് ദുരുപയോഗം ചെയ്യാന്ന് എൻ്റെ അഭിപ്രായം. കാരണം അവരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ എന്ത് ചെയ്താലും അവരൊന്നും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിക്കും, പക്ഷെ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ പ്രതികരിക്കില്ല എന്ന ചിന്ത നാനാജാതി മതസ്ഥർക്കുണ്ട്, മറ്റുള്ളവർക്കുണ്ട്. അത് നമുക്ക് നമ്മുടെ സഭയുടെ നമ്മുടെ വിശ്വാസത്തിന് മഹത്വമാണ്. പക്ഷെ അതേസമയം നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് ചിലപ്പോൾ കണക്കാക്കപ്പെടാം. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും, ഇന്ത്യ മുഴുവൻ ഉണ്ട്, എന്നാലും കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കോൺടെക്സ്റ്റില് നമുക്കറിയാലോ, നമ്മളിപ്പോ എണ്ണത്തിലായാലും നമ്മുടെ പ്രവർത്തനത്തിലാണെങ്കിലും നമ്മുടെ സ്വാധീനത്തിലാണെങ്കിലും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ശുശ്രൂഷകളുടെ കാര്യത്തിലായാലും നമ്മൾ മുൻപന്തിയിലുണ്ട്. പക്ഷെ അത് ഒരു പക്ഷേ അംഗീകരിക്കാൻ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ സഭയിൽപ്പെട്ട ആളുകളെ ഇവർ ചട്ടുകങ്ങളാക്കുന്നുണ്ട്. അവർ ഉപകരണങ്ങളാക്കിയിട്ട് സഭ അടിക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കള് ചിലർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു നമുക്കൊരു വീക്ക്നെസ് ആണ് നമ്മുടെ തന്നെ ആളുകള്. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ സഭയിൽ തന്നെ സ്ഥാപനങ്ങളിലൂടെയും മറ്റും ജോലിയായിട്ടും മറ്റു പലതരത്തിലൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയവര് ഒന്നും മിണ്ടില്ല. സഭയ്ക്ക് വേണ്ടി സഭയെ ഓൺ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങള് ചിലപ്പോൾ ഉപയോഗിക്കില്ല. അത് നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവര്. ഉദാഹരണം, ഒരു പൈസ പോലും വാങ്ങിക്കാതെ കോളേജിൽ കയറി സ്കൂളിൽ കയറി പഠിപ്പിക്കുന്നവര്, അവര് പൈസ പോലും വാങ്ങിക്കാതെ കൊടുക്കാതെയാണ് കയറിയതെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരോട് പറയാൻ മനസ്സില്ല. പറയുന്നവരുണ്ട് കേട്ടോ, ചുരുക്കം ചിലരൊക്കെ ഉണ്ട്, പറയുന്നവരൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ ഒരുപാട് പേര് ഓൺ ചെയ്യില്ല, ഡിസോൺ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിഫറൻസ് നമ്മുടെ സമൂഹത്തിൽ ചിലരുടെ ഭാഗത്തുനിന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ അറിയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പോലും അറിയിക്കാതെ അങ്ങനെ തെറ്റിദ്ധരിച്ച് അങ്ങനെ നമ്മളൊക്കെ കൈക്കൂലിക്കാരും കച്ചവടം നടത്തുന്നവരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതുണ്ട്. അപ്പൊ പുറത്തുനിന്നും ഉള്ളിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള ഭീഷണിയുണ്ട്. പക്ഷെ അതേസമയം എല്ലാം അറിയാൻ തമ്പുരാനുണ്ടല്ലോ. ഇതൊക്കെ നമുക്കറിയാം, റോമ സാമ്രാജ്യത്തില് ചക്രവർത്തിമാർ അന്ന് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വിശാലമായ റോമ സാമ്രാജ്യത്തില് ഭരണം നടത്തിയിരുന്നവര് അവരുടെ അരയും തലയും മുറുക്കി നശിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടും ത്രോസിന്റെ നേതൃത്വത്തിലുള്ള സഭയെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. കാരണം ദൈവത്തിന്റെ ആ ശക്തി അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയില് മുന്നോട്ട് പോകും തന്നെയാണ് വിശ്വാസം. അതേസമയം നമ്മുടെ ഭാഗത്തു നിന്ന് പറയേണ്ടതും സമാധാനപരമായി പ്രതികരിക്കേണ്ടതും കാര്യങ്ങൾ കൃത്യമായി ഇന്നതാണ് എന്ന് പറയേണ്ട കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായവും ആഗ്രഹവും. അവസാനമായിട്ട് പിതാവെ, രാമനാഥപുരം രൂപത, ആ രൂപതയെ കുറിച്ചുള്ള പിതാവിന്റെ ഇനിയുള്ള സ്വപ്നങ്ങളൊന്നും പങ്കുവയ്ക്കാം. അല്ല, എന്റെ സ്വപ്നത്തിലുള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് 10 വർഷം 2020 വരെ ഞങ്ങള് ഇവിടെ അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, കുർബാന ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ സെന്റേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു പാസ്റ്ററൽ മൈഗ്രൻസ് അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചിരുന്നത്, പാസ്റ്ററൽ കെയർ. ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരുടെ മീറ്റിംഗിൽ പല വേദികളും പ്രധാനപ്പെട്ട എല്ലാ വേദികളും സംസാരിച്ചുള്ള കാര്യമാണ്. ഇനി നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് മിഷൻ പ്രവർത്തനം, ഇവാഞ്ചലൈസേഷൻ, അങ്ങനെയുള്ള സുവിശേഷവൽക്കരണം, സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഭാഷ അറിയണം, അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആഭിമുഖ്യമുള്ള പല അച്ഛന്മാരും എല്ലാ റിലീജിയസും എല്ലാ ആത്മാരും ഒരുപോലെ ആഭിമുഖ്യമുള്ളവരാകണമെന്നില്ല. അപ്പൊ അങ്ങനെ ആഭിമുഖ്യമുള്ളവരും ധീരതയോടുകൂടി പോയി താമസിച്ച് ആ രീതിയിൽ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം. അപ്പൊ അതിനുള്ള നമ്മൾ പരിശ്രമമൊക്കെ നടക്കുന്നുണ്ട്, ഭാഷാ പഠനത്തിലൂടെ അച്ഛന്മാരെ കണ്ടെത്തി അങ്ങനെയൊക്കെ. ആ ഒരു ഇതാണ് ഇവാഞ്ചലൈസേഷൻ, ടു ഫോക്കസ് ഓൺ ഇവാഞ്ചലൈസേഷൻ എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എന്തുമാത്രം നടക്കും,
ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മുടെ വരുന്നവരുടെയും തമ്പുരാന്റെ പ്രത്യേക കയ്യൊപ്പൊക്കെ കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതാ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റിന് വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവാഞ്ചലൈസേഷൻ ആണ് പിതാവ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് നോക്കുമ്പോൾ ഒരു ഇവാഞ്ചലൈസേഷന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ വൈദിക പരിശീലനത്തിൽ ഒരു കാലോചിതമായിട്ടുള്ളൊരു മാറ്റം അനിവാര്യമാണെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോ വരുന്ന വൈദികര് ഇപ്പൊ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെൽപ്പ് എല്ലാവർക്കും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് പല ഈ പറഞ്ഞ പോലെ വെല്ലുവിളികൾ, ഇപ്പോ സഭ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സഭാ നേതൃത്വം ഇങ്ങനെയാണ്, സഭ ഇങ്ങനെയല്ല, സഭാ നേതൃത്വം ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയാനുള്ള ധീരതയും ചങ്കൂറ്റുള്ള രീതിയിൽ അത് അക്കാഡമിക് ആയിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് കൂടി വരുന്ന വൈദികർ നമുക്കുണ്ടാകണം, സന്യസ്തരുണ്ടാകണം. നമുക്ക് അതില്ലാത്തതിന് കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഒരു എതിർപ്പ് ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും രണ്ടാമത്തെ എതിർപ്പ് വരാൻ സാധ്യതയുണ്ട്, എന്നാ പിന്നെ പിൻവാങ്ങാം എന്ന് പറഞ്ഞു പിന്തിരിഞ്ഞോടുന്ന ഒരു ശീലമാണ്. അപ്പൊ അത് കേരളത്തിലെ കോൺടെസ്റ്റില് ഒരു കുറെ നാളായിട്ടുള്ള ഉള്ളത് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇത് കൊണ്ടുപോകുക എന്നുള്ളത് വന്നതുകൊണ്ട് അങ്ങനെ. പക്ഷെ അത് കേരളത്തിൽ പുറത്തേക്കോ ആ രീതിയിലേക്കുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അതിജീവിക്കണം. ആ രീതിയിലുള്ള ഒരു പരിശീലനമാണ് നമ്മളത് സിനഡിലൊക്കെ എപ്പോഴും ഇത് വളരെ സമയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എന്തുമാത്രം നടക്കും എന്നുള്ള കാര്യത്തെ ഇനി കണ്ടറിഞ്ഞ് കാണേണ്ട ഈ മാറുന്ന ഒരു കാലഘട്ടത്തില് ഒത്തിരിയധികം വെല്ലുവിളികൾ സഭ നേരിടുന്ന ഒരു സാഹചര്യത്തില് ഷെക്കീന ന്യൂസിനെ പോലുള്ള ഒരു വാർത്താ മാധ്യമ ചാനല് ആ ഒരു മാധ്യമ ശുശ്രൂഷയുടെ ഒരു പ്രാധാന്യത ഇതാവുന്നു പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഷാലോമും അതുപോലെ തന്നെ ഷെക്കീനൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി പുറത്തേക്കൊക്കെ അറിയാൻ ഉള്ള രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരം വന്നിട്ടുള്ളത്. നമ്മളതിനൊരു ആഗ്രഹിച്ചിട്ടാണല്ലോ ജീവൻ TV തുടങ്ങിയത്. പക്ഷെ ജീവൻ TV നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ഷാലോമ റിലീജിയസ് ചാനൽ എന്നുള്ള നിലയിൽ അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ കുറച്ചും കൂടി കടന്ന് ന്യൂസും കൂടി പെടുത്തി അങ്ങനെ വരുന്നത് അത് നിലനിന്ന് പോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിന് യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ദീപിക നമുക്കുള്ളത് കൊണ്ടാണല്ലോ മറ്റ് പത്രങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളുള്ളത് കൊണ്ടാണ് മറ്റ് ചാനലുകള് അല്പമെങ്കിലും ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. താങ്ക് യു പിതാവേ. എല്ലാ ആശംസകളും പിതാവേ. രാമനാഥപുരം രൂപത ഇനിയും കൂടുതൽ ദൈവ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. പിതാവിന്റെ ശുശ്രൂഷകളെ ഇനിയും സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു പിതാവേ. ഓക്കെ, എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.